യൂത്ത് ഫോർ ക്രൈസ്റ്റ്. നമസ്കാരം. യൂത്ത് ഫോർ ക്രൈസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ലോകത്തിൻ്റെതായ ഒരുപാട് സാധ്യതകൾ മുൻപിലുണ്ടായിട്ടും തൻ്റെ 20-ാമത്തെ വയസ്സ് മുതൽ ദൈവത്തിനു വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഡോക്ടർ റെജുവിനെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ദൈവിക ദർശനങ്ങളും ഇനിയും ഏറെയുണ്ട്. ഈ ആഴ്ചയിലും ഡോക്ടർ റെജുവിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. നമസ്കാരം. ഒരുപക്ഷെ ലോകത്തിൽ ഒരു സ്ഥലത്തും സംഭവിക്കാത്ത ഒരു വലിയ അത്ഭുതമാണ്. ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തി വിവാഹം കഴിക്കാൻ പോകുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ക്ലാസ് എടുക്കാനായിട്ട് ദൈവം വിളിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു വിളിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൽ നിന്നെല്ലാം ആ ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്തു നിന്നെല്ലാം കൂടുതൽ ദൈവത്തിൻ്റെ വചനങ്ങളും സഭയുടെ പ്രബോധനങ്ങളും പഠിക്കുവാനും ദൈവം കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചൊക്കെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം ഈ കഴിഞ്ഞ 17-18 വർഷങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഫലമാണ് ഐക്യം. ദൈവവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുക ചെയ്യും. ദൈവമായിട്ട് നമ്മൾ ഐക്യപ്പെടും, ഒന്നായിത്തീരും. ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുമ്പോൾ അവർ ഒന്നായിത്തീരും. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടതാണ് ഓരോ മനുഷ്യനും. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ, പുറപ്പാട് 23, 25, 26 പറഞ്ഞ പോലെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയം ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യത നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. അതാ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കർത്താവ് എന്നെ പ്രധാനമായിട്ടും പഠിപ്പിച്ചത്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ എപ്പോഴാണോ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ എൻ്റെ അറിവോ ഒന്നും ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയിട്ടില്ല ഈ നിമിഷം വരെയും. എനിക്കറിയാം അതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എത്രമാത്രം ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, കുടുംബത്തിലൂടെ, നമ്മുടെ രോഗീ സൗഖ്യ ശുശ്രൂഷ, അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളൂ. വളരെ ശക്തമാണ്. ഈ നാളുകളിലൊക്കെ കർത്താവ് അത് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് കർത്താവിനെ അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് അനുസരണത്തിൽ വളരേണ്ടത്. മോശയെ ദൈവം പഠിപ്പിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഏകദേശം 1 മാസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ മോനും 3-ാമത്തെ മോനും, അവൻ 2 പേർക്ക് ഒരുമിച്ച് വൊമിറ്റിങ്, ഛർദ്ദിക്കാനായിട്ട് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 3:30 മണി സമയത്ത് ഉച്ചയ്ക്ക് 4 മണിക്ക് എനിക്ക് OP പോകാനുള്ളതാണ്. 3:30 മണിയായപ്പം രണ്ടാമത്തെ മോൻ്റെ സ്കൂളിൽ നിന്ന് ഫോൺ വന്ന് അവൻ സ്കൂളിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകണം. ഞാൻ സ്കൂളിൽ പോയപ്പോൾ അവൻ ഓൾറെഡി കുറേ പ്രാവശ്യം ഛർദ്ദിച്ച അവശനായി, കണ്ണൊക്കെ കുഴിഞ്ഞു, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. മൂത്ത മോളെയും മോനെയും കാറിൻ്റെ ബാക്ക് സീറ്റിലിരുത്തി ഞാൻ വരുന്ന വഴിക്കൊക്കെ അവൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഞാൻ വണ്ടി നിർത്തി. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവിടെ കാണുന്നത് 3-ാമത്തെ മോൻ. ഞാൻ പോകുമ്പോൾ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൻ ഇവിടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വരുന്ന 2 സെർവൻസ് ചേച്ചിമാർ അവൻ്റെ 2 സൈഡിൽ നിന്ന് അവനെ പിടിക്കുന്നത്. 2 പേരും ഒരുമിച്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.
3:30 മണിക്ക് തുടങ്ങിയ ഛർദി ഒരു 5:30 മണി വരെ ഏകദേശം നീണ്ടു വന്നു. പല പ്രാവശ്യം അവർ പിന്നെയും ഛർദ്ദിച്ചു. എനിക്ക് മനസ്സിലായി, കാരണം ആ ദിവസം പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് നസ്രത്തിൽ. ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ശുശ്രൂഷകളുള്ളതാണ്. ഞാനും വൈഫും കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ശരിക്കും ദൈവം അവിടെ ഇടപെട്ടു. 3:30 മണിക്ക് തുടങ്ങിയ ഛർദി 5:30 സഡൻ ബ്രേക്ക് വിട്ട പോലെ അവിടെ നിന്നു. കർത്താവ് പഠിപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു, പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ ശുശ്രൂഷ, ഞങ്ങൾ രണ്ടുപേരും പീഡിയാട്രീഷ്യൻസാണ്. രണ്ടുപേരും പീഡിയാട്രീഷ്യൻസ്. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ. ശരിക്കും അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. പക്ഷേ ദൈവം അതിന് വലിയ അതൊരു ബ്ലെസ്സിങ് ആക്കി മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും പേഷ്യൻസ് വരികയാണെങ്കിൽ ഞാനില്ലെങ്കിലും സോണിക്ക് പേഷ്യൻസിനെ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് കുറേ കാര്യങ്ങൾ, പല പ്രോബ്ലംസ് പേഷ്യൻസിൻ്റെ ഡിസ്കസ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും തിയറിറ്റിക്കലി ഒരുപാട് അറിവുള്ളവരല്ല, ഒരുപാട് ഡിഗ്രികളൊന്നുമില്ല. പീഡിയാട്രിക്സിലൊരു ഡിപ്ലോമ മാത്രമേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ. പക്ഷേ കർത്താവ് തരുന്ന വിസ്റ്റം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏതൊരു അറിവിനേക്കാളും ഏതൊരു മെഡിക്കൽ സയൻസിനേക്കാളും വലിയൊരു വിസ്റ്റം. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗങ്ങൾ വന്നത് വഴിയായിട്ട് പരിശുദ്ധാത്മാവ് കുറേ കാര്യങ്ങൾ, കുറേ പേഷ്യൻസിനെ ഞങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കർത്താവ് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. Youth for Christ. ഡോക്ടർ രജുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം ലഭിക്കുന്നത് ദിവസവും ഇടവക ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഇതാണ് ഞങ്ങളുടെ ഇടവക ദേവാലയം, സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച്, എലിനിപ്ര, ചാലക്കുടി. കപ്പൂച്ചിൻ ആശ്രമ ദേവാലയമാണ്. മൈനർ സെമിനാരി ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഓരോ ദിവസം വിശുദ്ധ കുർബാനയിലൂടെ ശക്തി സ്വീകരിക്കുന്ന സ്ഥലം. ഇനി നമുക്ക് ഇടവക വികാരിയായ ബഹുമാനപ്പെട്ട ലോട്ടസ് മലക്കുടി അച്ഛനെ പരിചയപ്പെടാം. ഡോക്ടർ റെജു വർഗീസ് കല്ലേലി ഞങ്ങളുടെ ഇടവകയ്ക്ക് എന്നും ഒരു അഭിമാനമാണ്. കാരണം എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷം തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് പോകുന്ന റെജു ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു ഡോക്ടർ മാത്രമല്ല, മറിച്ച് ഒരു യുവജന സംഘാടകൻ കൂടിയാണ്. ഇടവകയിൽ കുട്ടികളുടെ മതബോധനത്തിലും യുവജന മതബോധനത്തിലും സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പ്രോ ലൈഫ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനം, ഇടവകയുടെ എല്ലാവിധ വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതൊരു ആവശ്യത്തിനും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ റെജു. ഡോക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ഇടവകയുടെ ഒരു പുത്രൻ എന്നുള്ള നിലയിൽ നല്ല ഒരു കുടുംബം രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. മാതൃകാപരമായ കുടുംബജീവിതത്തിൻ്റെ ഉടമയായിട്ട് എന്നും നിലനിൽക്കുകയും ഈ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന റെജു ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മകനായിട്ട് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്നും എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശക്തിയായിട്ട് ഈശോ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Youth for Christ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന ശുശ്രൂഷകളെന്ന് പറയുന്നത്, ഒന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ പ്രീക്കാന കോഴ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ മാസവും. പിന്നെ കറൂറ്റി നസ്രത്ത് ധ്യാനകേന്ദ്രത്തിൽ എല്ലാ ദമ്പതി ധ്യാനത്തിനും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രധാനമായിട്ടും ജീസസ് യൂത്തിൻ്റെ പല കോളേജുകളിൽ, ക്യാമ്പസുകളിൽ. അതുപോലെ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോ ലൈഫ് ട്രെയിനിങ് പ്രോഗ്രാം. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ആ ഒരു പ്രോഗ്രാം കേരളത്തിലുടനീളം ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് റീകാനലൈസേഷൻ സർജറിയാണ്. പ്രസവം നിർത്തിയ അമ്മമാർക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് റീകാനലൈസേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു. ഞങ്ങളുടെ സുഹൃത്തും പ്രോലൈഫറുമായിട്ടുള്ള ഡോക്ടർ ഫിൻഡോ ആണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്, കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിൽ. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. എൻ്റെ ഒ പിയിലൊക്കെ ഞാൻ അതിൻ്റെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ധാരാളം പേര് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് എവിടെയാണ് ചെയ്യുന്നത്. ധാരാളം പേര് അനുഭവം വന്ന് ഷെയർ ചെയ്യാറുണ്ട്.
ഒരു അങ്കമാലി ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം എൻ്റെ ഒ പിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എൻ്റെ ഒ പിയിൽ വന്ന് ശരിക്കും കരയാണ്. എന്നോട് പറയാണ്, ഡോക്ടറെ ഞാൻ 2 കുട്ടികൾക്ക് ശേഷം ഞാൻ ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിച്ച് ഞാൻ പ്രസവം നിർത്തി കഴിഞ്ഞപ്പോൾ ബിസിനസ്സുകാരനാണ്, എല്ലാ വഴികളും അടഞ്ഞു എന്നാണ്. എല്ലാ വഴികളും അടഞ്ഞു. ഒരു 5 രൂപ പോലും കയ്യിലെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ധാരാളം പേരെ ഈ ഒരു റീകാനലൈസേഷനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ ഈ നാളുകൾ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഫിൻഡോ തന്നെ ഏകദേശം 200ഓളം റീകാനലൈസേഷൻ ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 60-70ഓളം ആളുകൾ കൺസീവ് ചെയ്തിട്ടുണ്ട്, പകുതിയോളം ആളുകൾ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രോലൈഫിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളെ, അതുപോലെ ദമ്പതിമാരൊക്കെ പങ്കെടുക്കാറുണ്ട്, യങ് കപ്പിൾസൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ പ്രോലൈഫ് മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് അഡോളസൻ ഹെൽത്ത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശുദ്ധി, ചാസ്റ്റിറ്റി എന്നുള്ള ആ ഒരു മേഖലയിലാണ് ഒരുപാട് പേര് വീണു പോകുന്നത്. ആ ഒരു മേഖലയിൽ വീണു പോകുന്നതുകൊണ്ട് തന്നെ ഇവർ നാളെ കുടുംബജീവിതം നയിക്കുമ്പോൾ നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങൾ, തിയോളജി ഓഫ് ബോഡി, ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ശരീരത്തിൻ്റെ വിശുദ്ധി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ കഴിഞ്ഞ 8-9 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് പടിപടിയായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ദമ്പതിമാർ വിശുദ്ധിയിലായിരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്, വിശുദ്ധിയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടത്, ദൈവകരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കേണ്ടത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ദമ്പതിമാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദമ്പതിമാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന സമയമാണ് അവരുടെ ദാമ്പത്യ ധർമാനുഷ്ഠാനം നിർവഹിക്കുന്ന സമയം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വൈദികൻ എപ്രകാരമാണോ ഒരുക്കത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കുന്നത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധിയോടുകൂടി ദമ്പതിമാർ അർപ്പിക്കേണ്ട ഒരു ബലിയർപ്പണമാണ് ദാമ്പത്യ ധർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രബോധനമാണ് 12-ാം പീയൂസ് മാർപ്പാപ്പയുടെ. 12-ാം പീയൂസ് മാർപ്പാപ്പയാണ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ദ ഡിഗ്നിറ്റി ഓഫ് ദ കോൺജിഗൽ ആക്ട്, ദാമ്പത്യ സംയോഗത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത്. എത്രമാത്രം പരിശുദ്ധിയോടുകൂടി ഒരുക്കത്തോടുകൂടി കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ദമ്പതിമാർ അവർ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ, നന്മ വിതച്ച് കഴിഞ്ഞാൽ നന്മ കൊയ്തെടുക്കാൻ സാധിക്കും, തിന്മ വിതച്ച് കഴിഞ്ഞാൽ തിന്മ കൊയ്തെടുക്കാൻ സാധിക്കും. ഇതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ചെല്ലും തോറും പ്രത്യേകിച്ച് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു ദമ്പതിജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം, എങ്ങനെ ദമ്പതിമാരുടെ ഐക്യം, എങ്ങനെ ഐക്യത്തിൽ വളരാം, എങ്ങനെ ദൈവസ്നേഹത്തിൽ ദാമ്പത്യ സ്നേഹത്തിൽ അവർക്ക് വളരാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയമാണ്. അത് പരിശുദ്ധാത്മാവ് വളരെ കറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദമ്പതിമാർ പരസ്പരം സ്നേഹം ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം, ആദരവുണ്ടാവണം, അവർ കരുണ കാണിക്കണം, അവർ പരസ്പരം വിധേയപ്പെടണം, പരസ്പരം ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു ആനന്ദം, നിർവൃതി അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് ലോകം പോകുന്നത് ബുദ്ധിയുടെ തലത്തിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ പുറകെയൊക്കെ ഓടി തളർന്ന് അങ്ങനെ ദാമ്പത്യ തകർച്ചയും വിവാഹമോചനമൊക്കെ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ദാമ്പത്യ സ്നേഹത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, സ്പിരിറ്റ് ഓഫ് മാരിറ്റൽ ലവ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ദമ്പതിമാരെ ഒന്നാക്കി തീർക്കാൻ സാധിക്കൂ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കർത്താവ് അത് വ്യക്തമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദമ്പതിമാരെ എപ്രകാരം സ്നേഹിക്കുന്നു, അതായത് പരിശുദ്ധാത്മാവിന് മാത്രമേ ആ സ്നേഹം തരാൻ പറ്റുള്ളൂ, ആ സ്നേഹത്തിൻ്റെ നിറവ് തരാൻ പറ്റുള്ളൂ. Youth for Christ. ഏകദേശം 5 വർഷമായി ഞാൻ ഡോക്ടർ രജുവിനെ പരിചയപ്പെട്ടിട്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള പ്രതിബദ്ധതയും എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
പല സാഹചര്യങ്ങളിലും ഒരുമിച്ച് ഒരേ പ്രോഗ്രാമിലായിരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. നിഷ്ഠയുള്ള ജീവിതശൈലി, അതായത് മുടങ്ങാതെയുള്ള എത്ര തിരക്കാണെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, അനുദിനമുള്ള ദിവ്യബലി അർപ്പണം, അടുക്കലുള്ള കുമ്പസാരം, ഇതെല്ലാം അദ്ദേഹത്തിൽ എന്നും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങൾക്ക് വേണ്ടി, അവരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുവാൻ വേണ്ടി പ്രാർത്ഥനയിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും നല്ല ഒരു പ്രചോദനം കൊടുത്തുകൊണ്ട് അവരെ നല്ല വഴിക്ക് നയിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ നസ്രത്ത് ധ്യാന കേന്ദ്രത്തിലും വന്ന് ദമ്പതികളോട് വലിയ കുടുംബത്തെ രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത, ദൈവിക പദ്ധതിയിൽ വലിയ കുടുംബം, അതായത് ദൈവരാജ്യത്തിൻ്റെ സ്വപ്നം അതാണ്, വലിയ കുടുംബങ്ങളെ രൂപപ്പെടുത്തുക. അതിനുവേണ്ടി പ്രോ ലൈഫിനെ കുറിച്ചും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. മാത്രമല്ല ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം ദൈവവചനത്തെയും കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളെയും ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ അത് പങ്കെടുക്കുന്ന എല്ലാവരിലും പുതിയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും പുതിയൊരു ജീവിതശൈലിക്ക് രൂപം കൊടുക്കാനുള്ള പ്രചോദനവും എല്ലാം നൽകാറുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. Youth for Christ. അപ്പോൾ യുവജനങ്ങൾ അവരുടെ യുവത്വത്തിൽ അവർ ആ ശുദ്ധതയിൽ വളരാനായിട്ട് അവരെ എങ്ങനെ എത്രമാത്രം പ്രോത്സാഹനം നമ്മൾ കൊടുക്കുന്നു, അത്രമാത്രം പ്രോത്സാഹനം. ഈ നാളുകളിലൊക്കെ ഞാൻ ഈ അടുത്ത് ക്ലാസ് എടുക്കാൻ പോയത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ യൂത്തിന് വേണ്ടിയിട്ടാണ്. ആ ക്ലാസ്സിൻ്റെ വിഷയം തന്നെ സ്പിരിച്വൽ വാർഫെയർ ഫോർ ചാസ്റ്റിറ്റി എന്നാണ്, ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പോരാട്ടം. വിശുദ്ധ അഗസ്റ്റിനൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ശുദ്ധതയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിനോസ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ വിശുദ്ധരൊക്കെ കത്തോലിക്ക സഭയിൽ ജീവിച്ചിരുന്ന ഓരോ വിശുദ്ധനും വിശുദ്ധിയും വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് കണ്ണുകളെ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കേണ്ടത്. പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചാൽ ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കൊടുക്കും. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ശരീരത്തെ. വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്നുണ്ട്, ഒരു കുതിരസവാരിക്കാരൻ കുതിരയെ മെരുക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ മെരുക്കണം എന്നാണ് വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ യുവജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ വലിയ അത്ഭുതവും ആനന്ദവും അവർക്ക് ലഭിക്കുക. ഇത് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് മാത്രമല്ല, അവർക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശുദ്ധതയിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം പെൺകുട്ടികൾ പോലും ഈ ഒരു മേഖലയിൽ വീണു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പെൺകുട്ടികൾ പോയിട്ട് ആൺകുട്ടികളെ, ബോയ്സിനെ പ്രലോഭിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ശുദ്ധതയിൽ വളരാനുള്ള ഒരു പ്രോത്സാഹനം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം, വിശുദ്ധരാവാനുള്ള ഒരു ദാഹം, ഒരു ആഗ്രഹം, ഇതൊക്കെ കുഞ്ഞു മനസ്സിൽ, യുവജനങ്ങളുടെ മനസ്സിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവർ എപ്രകാരമാണ് വിശുദ്ധരൊക്കെ വിശുദ്ധിയിൽ ജീവിച്ചത്, ഇത് കറക്റ്റായിട്ട് സഭയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള പ്രബോധനമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതം നമുക്ക് വ്യക്തമായിട്ടുള്ള മാതൃക നമുക്ക് തരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവനായിട്ട്, പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തെ മുഴുവനായിട്ട് നവീകരിക്കാൻ സാധിക്കും. അപ്പോഴാണ് ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ശുദ്ധതയുള്ള ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നത്. ആത്മാവിൻ്റെ ജീവനാണ് ശുദ്ധത, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് ശുദ്ധത. ശുദ്ധതയുള്ള വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കും. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി കൂടുതലായിട്ട് ഒരുങ്ങുന്നു. ഓരോ ദിവസം, ഓരോ ക്ലാസ് കഴിയുമ്പോഴും കൂടുതലായിട്ട് വായിക്കുന്നു, കൂടുതലായിട്ട് പഠിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എങ്ങനെയത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് ഒരു സൂചന അല്ലെങ്കിൽ പ്രബോധനം ഇതിലൂടെ തരുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരും. ധാരാളം വിശുദ്ധരായിട്ടുള്ള വൈദികരും സിസ്റ്റേഴ്സും കുടുംബജീവിതക്കാരും ലോകത്തും ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ മനസാന്തരം, ലോക സുവിശേഷവൽക്കരണം അങ്ങനെ അതിലൂടെയാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ലോകം മുഴുവൻ സുവിശേഷം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് വളരെ ശക്തമായിട്ടുള്ള ഉപകരണമാണ് കുടുംബം, വിവാഹം, ലൈംഗികത, ദാമ്പത്യ ജീവിതം എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഈ നാളുകളിൽ പഠിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് നമുക്ക് വളരെ കറക്റ്റാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് വളരെ കറക്റ്റാണ്, വളരെ ആപ്റ്റാണ്, കാലഘട്ടത്തിന് ആവശ്യമാണ്. അത്
പക്ഷേ എങ്ങനെ, നമ്മുടെ കയ്യിൽ ആത്മീയമായിട്ടുള്ള ഭക്ഷണമുണ്ട്, പക്ഷേ അത് ആര് വിളമ്പും, എങ്ങനെ വിളമ്പും, എപ്പോൾ വിളമ്പും എന്നുള്ളതാണ് ചോദ്യം. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ മുന്നോട്ട് വരണം എന്ന് ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു യുവജനങ്ങളുടെ ഒരു നിര തന്നെ ഈ ലോകത്തിൽ അഭിഷേകം ചെയ്യപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതായിരിക്കണം നമ്മളുടെ ഫോക്കസ്. പരിശുദ്ധ ഈശോ പത്രോസിനോട് പറഞ്ഞത്, പത്രോസെ നീ പോയിട്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിശ്വാസത്തിൽ നിന്നും അതുപോലെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അല്ലെങ്കിൽ കൂതാശകളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സാത്താൻ നമ്മളെ മാറ്റി നിർത്തുകയാണ്, കുറേ ടെക്നിക്കുകൾ ചെയ്തുകൊണ്ട്. ഉദാഹരണമായിട്ട് യോഗ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. പക്ഷേ എന്താണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ അല്ലെങ്കിൽ ജപമാല ചൊല്ലാനോ ഡെയിലി വിശുദ്ധ ബലിക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രയറിന് ഇരിക്കാനായിട്ടോ സമയമില്ലാത്ത ആളുകൾക്ക് ഇതിനെല്ലാം സമയമുണ്ട്. ഏതാണ് നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വിശുദ്ധരെ കാണിച്ചു തരുന്ന വഴികളിലൂടെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. സാത്താൻ പലപ്പോഴും നമ്മളെ കബളിപ്പിക്കുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കാൻ കുറച്ച് പേർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നമ്മളെ പലപ്പോഴും എല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് ദമ്പതിമാർ ദാമ്പത്യ വിശുദ്ധിയിൽ അവർ വളരുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധിയുള്ള ഒരു പുതിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ദമ്പതിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, അവർ യോജിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുകയുള്ളൂ. ഇത് ലോകത്തോട് പറയണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ഈ എപ്പിസോഡുകൾ നമ്മെ സഹായിച്ചു. കുടുംബജീവിതത്തിൽ കുട്ടികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡോക്ടർ റെജു നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തയാഴ്ച വീണ്ടും കാണാം.